ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നമ്മളെ വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ പോവാണേ. ഞാനും ചിന്നുവും രാധുവും മിതുമോളും കൂടിയാണ് പോണത്. നമ്മൾ വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നടന്നാണ് പോണത്. വഴിയിൽ വെച്ച് മിതുമോളുടെ കവിളിൽ ഇട്ട കരി മൊത്തം സ്പ്രെഡായെന്ന് പറഞ്ഞ് രാധു അതൊക്കെ തുടച്ചു കൊടുത്ത്. പോണ വഴിയിൽ നമ്മളെ വീട്ടിനടുത്തുള്ള ഒരു അണ്ണനെ കണ്ട്. ഇതാണ് കേട്ടോ അമ്പലം. ഇത് മാടനട ക്ഷേത്രം എന്നാണ് പറയുന്നത്. ശിവനാണ് പ്രതിഷ്ഠ. അതിനടുത്ത് തന്നെ ഒരു ചെറിയൊരു പൂക്കടയുണ്ട്. ഞാൻ പൂവും എണ്ണയും തിരിയെല്ലാം മേടിച്ച് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത്. എന്താണെന്നറിയില്ല, അമ്പലത്തിൽ പോകുമ്പോൾ ഒരു സമാധാനവും ഒരു എന്താ പറയുക, ശാന്തിയും സമാധാനവും കിട്ടുമെന്ന് പറയുന്നത് അതാണ്. ഒരു പോസിറ്റീവ് എനർജിയാണ് അമ്പലത്തിൽ പോകുമ്പം. മിതുമോളാണെങ്കിൽ അവിടെ കിടന്ന് ഓടി കളിയായിരുന്നു. അവിടെ നമ്മൾ തൊഴുതുകൊണ്ടിരുന്നപ്പോഴാണ് സ്നേഹ വിളിച്ചിട്ട് പറഞ്ഞ് അതിൻ്റെ ആ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് ദേവീക്ഷേത്രത്തിൽ മിഴിമോളുടെ തുലാഭാരം ഉണ്ടെന്ന്. പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേക്കും തുലാഭാരം കഴിഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ ആ അമ്പലത്തിലുമൊക്കെ തൊഴുത്. മിഴിമോൾ നല്ല കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു. ആരെടുക്കുകയും ഞാനെടുക്കാൻ നോക്കിയിട്ടൊന്നും വന്നില്ല. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ശർക്കരയിലായിരുന്നു തുലാഭാരം. അങ്ങനെ മിഴിമോളെ മിതുമോളുടെ അടുത്തോട്ട് ആക്കിയപ്പം മിതുമോൾ അങ്ങ് ബേക്കിലോട്ട് നടന്ന്. അവൾ ചെന്നില്ല. അവളാണെങ്കിൽ അവൾക്ക് അമ്പലത്തിൽ കിടന്ന് ഓടണം. അതിനുവേണ്ടി അവൾ 4 വശത്തും കിടന്ന് ഓട്ടമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുത് ഇറങ്ങി. അവരുടെ വീട് അമ്പലത്തിൻ്റെ അടുത്താണ്. അങ്ങനെ നമ്മൾ അവിടേക്ക് ഒന്ന് സംസാരിച്ച്. വീട്ടിലൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ സംസാരിച്ച് ശർക്കരയിൽ നിന്നൊരു ശകലം ശർക്കര മിതുമോൾക്ക് കൊടുത്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അതൊക്കെ തിന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീട്ടിൽ എത്തിയപ്പോൾ അമ്മ വിളക്കൊക്കെ കത്തിക്കുന്നു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.